മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയും മന്ത്രിമാരുടെ വകുപ്പ് വിഭജനവും അതുപോലെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയും പൂർത്തിയായതിന് പിന്നാലെ നിർണായകമായ ചർച്ചകളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം. KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് മന്ത്രിസഭയുടെ ഭാഗമായതിന് പിന്നാലെ കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ഉടനടി പുതിയൊരു KPCC അധ്യക്ഷനെ കണ്ടെത്തേണ്ടതുണ്ട്. ഒരു പതിറ്റാണ്ട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം പാർട്ടിയും മുന്നണിയിലെയും അധികാരത്തിലേക്ക് തിരികെ എത്തിയ സാഹചര്യത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനായി ഏറ്റവും ഉടനെ തന്നെ ഒരു മുഴുവൻ സമയ KPCC അധ്യക്ഷനെ കണ്ടെത്തണം എന്ന നിലപാടാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അനൗപചാരിക ചർച്ചകളൊക്കെ മന്ത്രിസഭാ രൂപീകരണ വേളയിൽ തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഏതൊക്കെയാണെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ KPCCക്ക് പുതിയ അധ്യക്ഷൻ ഉണ്ടാകും എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. KPCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് പ്രധാനമായും ചരടുവലികൾ നടത്തുന്നത് 4 നേതാക്കളാണ്. 4 പേരും മുതിർന്ന നേതാക്കൾ തന്നെയാണ്. ഇവർ ആരൊക്കെയാണെന്നും ഇവരുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്നും ഇവർക്ക് ഈ പദവിയിലേക്ക് എത്തുവാനുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി വിശകലനം ചെയ്യുന്നത്. ഈ പദവിയിലേക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് ബെന്നി ബെഹനാനാണ്. 2011-16 കാലഘട്ടത്തിൽ MLAയും പിന്നീട് 2019-ലും 2024-ലും ചാലക്കുടിയിൽ നിന്നുള്ള MP-യുമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹം A ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട മാനേജറും തന്ത്രജ്ഞനുമായിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ കാലം മുതൽ തന്നെ അറിയപ്പെടുന്നത്. 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ബെന്നി ബെഹനാൻ ഉറപ്പായും ഇടം നേടേണ്ടതായിരുന്നു. എന്നാൽ സാമുദായിക സമവാക്യങ്ങളിൽ തട്ടി നേരിയ ഭൂരിപക്ഷമുള്ള ആ മന്ത്രിസഭയിലേക്ക് ബെന്നി ബെഹനാനെ ഉൾപ്പെടുത്തുവാൻ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചില്ല. എന്നിരുന്നാൽ പോലും ആ സർക്കാർ അധികാരത്തിലിരുന്ന കാലത്ത് ഒരു മന്ത്രിയേക്കാൾ ശക്തനായിരുന്ന MLA ആയിരുന്നു ബെന്നി ബെഹനാൻ എന്ന കാര്യവും നാം മറന്നു പോകരുത്. 2016-ൽ ബാർക്കോഴയും സോളാർ വിവാദവും അടക്കമുള്ള വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ ബെന്നി ബെഹനാന് സീറ്റ് നൽകുന്നതിന് അന്ന് KPCC അധ്യക്ഷനായിരുന്ന VM സുധീരൻ ശക്തമായി എതിർക്കുകയും ബെന്നി ബെഹനാന് ടിക്കറ്റ് നിഷേധിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് 2019-ൽ ഉമ്മൻചാണ്ടിയുടെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ബെന്നി ബെഹനാനെ ചാലക്കുടി പാർലമെൻറ്റ് സീറ്റിലേക്ക് മത്സരത്തിനായി നിയോഗിച്ചത്. ഇപ്പോൾ ബെന്നി ബെഹനാൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുവാനായി ചരടുവലികൾ നടത്തിയപ്പോൾ നിർണായകമായ പിന്തുണ നൽകിയതും A ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളെ KCക്ക് പിന്നിൽ അണിനിരത്തിയതും ബെന്നി ബെഹനാൻ തന്നെയാണ്. അതിനാൽ തന്നെ ബെന്നി ബെഹനാൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ KC വേണുഗോപാലിൻ്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ടാകുമെന്നാണ് ബെന്നി ബെഹനാനോട് അടുത്തു നിൽക്കുന്നവർ വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും ബെന്നി ബെഹനാനെ സംബന്ധിച്ച് സാമുദായിക സമവാക്യങ്ങളടക്കം ഈ പദവിയിലേക്ക് എത്തുന്നതിന് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഇതിനേക്കാൾ ഏറെ പ്രധാനമെന്ന് പറയുന്നത് ബെന്നി ബെഹനാനെ തടസ്സമായി KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നതിന് തടസ്സമായി നിലകൊള്ളുവാൻ സാധ്യതയുള്ളത് AICCയുടെ മറ്റൊരു നയമാണ്. ഒരാൾക്ക് ഒരു പദവി എന്ന മാനദണ്ഡം AICC നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നതാണ്. എന്നാൽ കേരളത്തിൽ ഇത് പൂർണ്ണമായും പ്രായോഗിക തലത്തിൽ എത്തിക്കുവാൻ ഇതുവരെയും പാർട്ടി നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. പക്ഷേ മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ പാർലമെൻ്ററി പദവികളിലുള്ളവർ പാർട്ടി പദവികളിലേക്ക് എത്തുന്നതിന് ഒരുപക്ഷെ മറ്റുള്ള നേതാക്കൾ ചോദ്യം ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സാധ്യത ബെന്നി ബെഹനാൻ്റെ പദവിയിലേക്ക് എത്തുന്നതിന് വലിയ വെല്ലുവിളിയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. KPCC അധ്യക്ഷ പദവിക്കായി വളരെ നേരത്തെ തന്നെ ചരടുവലികൾ ആരംഭിച്ചിട്ടുള്ള മറ്റൊരു നേതാവെന്ന് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ്. AICC വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവ് കൂടിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകൾ MP ആയിരുന്നതിൻ്റെ പാരമ്പര്യവും കേന്ദ്രമന്ത്രിയായിരുന്നതിൻ്റെ പാരമ്പര്യവും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. ദളിത് വിഭാഗത്തിൽ നിന്നൊരു നേതാവ് കേരളത്തിലെ KPCCയുടെ അമരത്തേക്ക് വരണം എന്നുള്ള വാദമുഖമാണ് തൻ്റെ കാർഡായി കൊടിക്കുന്നിൽ ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏറെ നാളുകളായി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ആഗ്രഹം കൊടിക്കുന്നിൽ സുരേഷ് പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ മത്സരരംഗത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുവാനുള്ള കൊടിക്കുന്നിലിൻ്റെ ആഗ്രഹത്തെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം പാടെ വെട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തിനെ നിർബന്ധിച്ച് പാർലമെൻറ്റിലേക്ക് വീണ്ടും മത്സരിപ്പിച്ചത്. കൊടിക്കുന്നിൽ സുരേഷിന് KPCC വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായപ്പോൾ തന്നെ KPCC അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചിരുന്നു. K. സുധാകരൻ അധ്യക്ഷ പദവിയിൽ നിന്നും മാറിയപ്പോഴും കൊടിക്കുന്നിൽ തൻ്റെ ക്ലെയിം ഉന്നയിച്ചിരുന്നുവെങ്കിലും കോൺഗ്രസ് നേതൃത്വം അത് കാര്യഗൗരവത്തോടുകൂടി പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഫലം വന്ന് UDFന് കാര്യങ്ങൾ അനുകൂലമായതിന് പിന്നാലെ തന്നെ ഡൽഹിയിലെത്തി AICC അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയെ നേരിൽ കണ്ടുകൊണ്ട് KPCC അധ്യക്ഷ പദവിയിലേക്ക് തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം കൊടിക്കുന്നിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു.
കൊടിക്കുന്നിൽ സുരേഷിനെ പോലൊരു നേതാവ് KPCC അധ്യക്ഷ പദവിയിലേക്ക് കടന്നു വരുന്നത് പാർട്ടിക്ക് വലിയ രീതിയിൽ ഗുണകരമാവില്ല എന്ന ഒരു പൊതുവികാരം അണികൾക്കിടയിലും സംസ്ഥാന നേതാക്കൾക്കിടയിലും പ്രാദേശിക നേതാക്കൾക്കിടയിലും ശക്തമായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി ദളിത് വിഭാഗങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യവും പ്രാമുഖ്യവുമാണ് തനിക്ക് ഇത്തവണ ഈ പദവി ലഭിക്കും എന്നുള്ള നിലയിൽ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രേരിപ്പിക്കുന്നത്. KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്തുവാൻ നിർണായകമായ ചരടുവലികൾ നടത്തുന്ന മറ്റൊരു നേതാവ് പത്തനംതിട്ട MP ആയിട്ടുള്ള ആന്റോ ആന്റണിയാണ്. കെ സുധാകരൻ പദവിയിൽ നിന്നും മാറി ആന്റോ ആന്റണി അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നു എന്ന ഒരു പൊതുപ്രതീതി ദിവസങ്ങളോളം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിലനിന്നിരുന്നതുമാണ്. കപ്പിനും ചുണ്ടിനുമിടയിലാണ് ആന്റോ ആന്റണിക്ക് അന്ന് KPCC അധ്യക്ഷ സ്ഥാനം നഷ്ടമായത്. ആന്റോ ആന്റണി KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്തുമ്പോൾ കോട്ടയത്ത് അദ്ദേഹത്തിന് സ്വീകരണം സംഘടിപ്പിക്കുവാനുള്ള സർവ്വ സജ്ജീകരണങ്ങളും ജില്ലയിൽ ഒരുക്കുകയും ചെയ്തിരുന്ന സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ഏതൊക്കെയാണെങ്കിലും ആന്റോ ആന്റണിക്ക് അന്ന് ഏറെ വിനയായത് കെ സുധാകരൻ ആന്റോയെ പോലൊരു നേതാവ് പദവിയിലേക്ക് കടന്നു വരുന്നതിനെ വളരെ കർശനമായി എതിർത്തതും അതുപോലെ തന്നെ ആന്റോയ്ക്കെതിരെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുന്നിലേക്ക് പരാതി പ്രവാഹമായി ഇമെയിലുകൾ എത്തിച്ചേർന്നതുമാണ്. ആന്റോ ആന്റണിയെ പോലൊരു നേതാവ് KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്തുവാൻ അനുയോജ്യനല്ല എന്ന പരസ്യ പ്രതികരണവുമായി അന്ന് കെ മുരളീധരനും രംഗത്തെത്തിയിരുന്നു. ജനങ്ങൾ അറിയുന്ന ഒരു നേതാവിനെ ആയിരിക്കണം KPCC അധ്യക്ഷനാക്കേണ്ടത് എന്ന പരിഹാസമാണ് അന്ന് ആന്റോയെ ലക്ഷ്യമിട്ട് കെ മുരളീധരൻ ഉയർത്തിവിട്ടത്. ഏതൊക്കെയാണെങ്കിലും സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ തനിക്ക് വീണ്ടും സാധ്യതകളുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആന്റോ ആന്റണി ശക്തമായ കരുനീക്കങ്ങളുമായി രംഗത്തുണ്ട് എന്നതും വസ്തുതയാണ്. എന്നിരുന്നാൽ പോലും നേരത്തെ KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ട സാഹചര്യത്തിൽ ആന്റോ ആന്റണിക്ക് പൂർണ്ണ പിന്തുണ നൽകിയ KC വേണുഗോപാൽ ഇത്തവണ ബെന്നി ബെഹനാനോടൊപ്പം നിൽക്കുന്നത് ആന്റോയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കും എന്ന് തന്നെയാണ് പൊതുവിലയിരുത്തൽ. അതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെ പിന്തുണ ആന്റോ ആന്റണിക്ക് ലഭിക്കുന്നില്ല എന്ന പ്രചാരണവും ആന്റോയ്ക്ക് എതിരാകുന്ന ഘടകങ്ങളാണ്. ബെന്നി ബെഹനാനെ പോലെ തന്നെ ആന്റോ ആന്റണിക്കും കൊടിക്കുന്നിൽ സുരേഷിനും മുന്നിലുള്ള മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് അവരുടെ MP സ്ഥാനമാണ്. ബെന്നി ബെഹനാനെ വെട്ടുവാൻ ഉപയോഗിക്കുന്ന അതേ കാർഡ് തന്നെ ഉപയോഗിച്ച്, അതായത് ഒരാൾക്ക് ഒരു പദവി എന്ന കാർഡ് തന്നെ ഉപയോഗിച്ച് ആന്റോ ആന്റണിക്കുള്ള സാധ്യതകളും കൊടിക്കുന്നിൽ സുരേഷിനുള്ള സാധ്യതകളും ഒഴിവാക്കുവാൻ പാർട്ടിയിലെ വലിയൊരു വിഭാഗം നേതൃത്വം ശക്തമായ സമ്മർദ്ദവുമായി രംഗത്തെത്തും എന്ന കാര്യത്തിലും തർക്കമില്ല. KPCC അധ്യക്ഷ പദവിയിലേക്ക് ഈ ദിവസങ്ങളായി ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് ജോസഫ് വാഴക്കൻ്റേതാണ്. രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമാകുവാൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ തൻ്റെ നോമിനിയായ വാഴക്കനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കണം എന്നായിരുന്നുവെന്ന് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാഴക്കനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നേതൃനിരയിൽ ദീർഘകാലത്തെ പ്രവർത്തന പരിചയം അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. സണ്ണി ജോസഫിനെ പോലെ തന്നെ കത്തോലിക്ക സഭയിൽ നിന്നുള്ള ഒരു നേതാവാണ് വാഴക്കൻ എന്നതിനാൽ ഇതും അദ്ദേഹത്തിന് അനുകൂല ഘടകമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിൻ്റെ പ്രാതിനിധ്യം ഈ മന്ത്രിസഭയിൽ തീരെ ശുഷ്കമായി പോയത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിനൊരു പരിഹാരം എന്ന വണ്ണം വാഴക്കനെ മധ്യ തിരുവിതാംകൂറിൻ്റെ പ്രതിനിധിയായി കൂടി ഉൾക്കൊണ്ടുകൊണ്ട് KPCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കുക എന്നൊരു ഫോർമുലയും പാർട്ടിക്കുള്ളിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. വാഴക്കൻ അധ്യക്ഷ പദവിയിലേക്ക് വരുന്നതിനെ KC വേണുഗോപാൽ വലിയ രീതിയിൽ അംഗീകരിക്കില്ല എന്ന ഒരു വാദമുഖം സജീവമാകുമ്പോഴും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒരുപോലെ തന്നെ വാഴക്കൻ്റെ സ്ഥാനലബ്ധിയെ പിന്തുണയ്ക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വാഴക്കനെ സംബന്ധിച്ചിടത്തോളം മറ്റു 3 പേർക്കും ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നിലവിൽ മറ്റു പദവികൾ ഇല്ല എന്നതാണ്. KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം എന്ന നിലയിൽ മാത്രമാണ് ജോസഫ് വാഴക്കൻ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പ്രവർത്തിച്ചു പോരുന്നത്. സീനിയർ നേതാവ് എന്ന പരിഗണനയും സംഘടനാ പ്രവർത്തന പരിചയവും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെയും VD സതീശൻ്റെയും ശക്തമായ പിന്തുണയും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുവാൻ വാഴക്കന് സഹായകരമാകും എന്ന വിലയിരുത്തലിലാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന 4 നേതാക്കളിൽ അധ്യക്ഷ പദവിയിലേക്ക് എത്തുവാൻ ഏറ്റവും അധികം സാധ്യത നിലനിൽക്കുന്നത് ജോസഫ് വാഴക്കനാണ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഹൈക്കമാൻഡിൻ്റെയും KC വേണുഗോപാലിൻ്റെയും മനസ്സ് അനുകൂലമായാൽ ജോസഫ് വാഴക്കൻ മറ്റുള്ളവരെ കടത്തി വെട്ടിക്കൊണ്ട് അധ്യക്ഷ പദവിയിലേക്ക് എത്തുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇപ്പോൾ കോൺഗ്രസിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരിൽ ഭൂരിഭാഗം പേരും. ഇതിനെല്ലാം പുറമെ മന്ത്രിസഭയിൽ ഇടം നേടാതിരുന്ന ചാണ്ടി ഉമ്മനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണം എന്ന ആവശ്യം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഉയർത്തുന്നുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടി KPCC ആസ്ഥാനത്തിന് മുമ്പിൽ അവർ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചാണ്ടി ഉമ്മനെ പോലെ ഒരു പുതുമുഖത്തെ ഒരു യുവ നേതാവിനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് നിലവിൽ പരിഗണിക്കുവാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് വിലയിരുത്തുവാൻ കഴിയുമ്പോഴും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ 2 ഒഴിവുകൾ ഉണ്ടായിട്ടുണ്ട്. PC വിഷ്ണുനാഥും AP അനിൽകുമാറും മന്ത്രിമാരായതോടുകൂടിയാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 ഒഴിവുകൾ ഉണ്ടായിട്ടുള്ളത്.
KPCC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ക്ലെയിം അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി ചാണ്ടി ഉമ്മൻ ചരടുവലികൾ നടത്തും എന്നുള്ള വ്യക്തമായ സൂചനകളും ഇതിനോടകം പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ KPCCയുടെ അമരത്തേക്കെത്തുവാൻ സാധ്യതയുള്ള നേതാക്കൾ ആരൊക്കെയാണ്, അവരുടെ സാധ്യതകൾ എന്താണ്, അവർക്ക് മുമ്പിലുള്ള വെല്ലുവിളികൾ എന്താണ് എന്ന് വിശദീകരിക്കുന്ന ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.